ഇസ്രായേൽ ഹമാസ് യുദ്ധം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ തെക്കൻ ഗസയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വടക്കൻ ഗസയിലേക്കും വീണ്ടും വ്യാപിപ്പിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, വടക്കൻ ഗസയിൽ ഈ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നിരുന്നിടത്ത് ഇസ്രായേൽ ബോംബിംഗ് നടത്തി. അവിടെ തന്നെ 20-ലേറെ പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലാണ് ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിൻ്റെ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിന് ചുറ്റുമാണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. എന്തായാലും 9000 ഹമാസിൻ്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ കണക്കനുസരിച്ച് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നവരുടെ സംഖ്യ 25,700 കവിഞ്ഞു. അതിൽ 20,000-ത്തിൽ താഴെ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ സിവിലിയൻസും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 5,000-നും 6,000-നും ഇടയിൽ ഹമാസിൻ്റെ ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത്. പക്ഷേ ഒരു ഇൻഫ്ലേറ്റഡ് കണക്കാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഹൂതികൾ വലിയ രീതിയിലുള്ള ആക്രമണം ചെങ്കടലിൽ നടത്തുന്നുണ്ട്. ഹൂതി കേന്ദ്രങ്ങളിൽ 8ാമത്തെ തവണ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണം നടത്തി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിരിക്കുകയാണ് യമനിലെ ഹൂതികൾ. എന്ന് മാത്രമല്ല, ഹൂതികൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ പുറത്താക്കൽ പറയുന്നുണ്ട്. കാരണം ഒരു നയതന്ത്ര ബന്ധങ്ങൾ കട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഹൂതികൾ ചെയ്യുന്നത് ചെങ്കടലിൽ മിസൈൽ ആക്രമണം നടത്തുകയും കപ്പലുകൾക്ക് വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് ഹൂതികൾ മാറുന്നു. ഇതിനിടയിൽ ലെബനനിലെ ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിലും പോരാട്ടം നടക്കുന്നു. ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്തായാലും ഈ മേഖല മുഴുവൻ വല്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഗസയിലേക്ക് ഭക്ഷ്യ വസ്തുക്കളും അതുപോലെ തന്നെ മരുന്നുകളും അയക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ വളരെ കൺട്രോൾഡായിട്ടാണ് ഇസ്രായേൽ സേന അത് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ദികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. 1 മാസത്തെ താൽക്കാലിക വെടിനിർത്തലിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിനെ ഇസ്രായേൽ അട്ടിമറിച്ചു എന്ന രീതിയിൽ മധ്യസ്ഥരായിട്ടുള്ള ഖത്തർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടയിലുണ്ടായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യാപാര ധാരണയുണ്ടായിട്ടുണ്ട് റഷ്യയുമായിട്ട്. ചെങ്കടലിലൂടെ കപ്പൽ ഗതാഗതം പോകുന്നത് ഏതാണ്ട് താറുമാറായ സാഹചര്യത്തിൽ ഇന്ത്യ പുതിയ ഒരു സമുദ്ര ഇടനാഴി തുറന്നിരിക്കുന്നു. പുതിയതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വ്യാപാരം നടത്തിയിരുന്ന കപ്പൽ പാതയാണ് കിഴക്കൻ കോറിഡോർ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇടനാഴി എന്ന് പറയാവുന്ന ഈസ്റ്റ് മാരിടൈം കോറിഡോർ തുറക്കാൻ ധാരണയായിരിക്കുന്നു. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്താൻ 40 ദിവസമാണ് എടുക്കുന്നത്. പക്ഷേ പുതിയ ഇടനാഴി വരുന്നതോടെ അത് 24 ദിവസമായി കുറയും. 16 ദിവസം ലാഭിക്കാൻ പറ്റും. ചെലവുകൾ 40% കുറയും. ഇത് റഷ്യയുടെ അധികാരികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്ററും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയായതാണ്. ഒരുപക്ഷേ അമേരിക്കയൊക്കെ നെറ്റിച്ചുളിക്കുന്നുണ്ടാവാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രേഡിന് വളരെ പ്രാധാന്യം നൽകുന്ന ഈ അവസരത്തിൽ അത് പ്രധാനപ്പെട്ടതാണ്. എണ്ണ, കൽക്കരി അടക്കമുള്ള വസ്തുക്കൾ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പാതയാണ്. വ്ളാഡിവസ്റ്റോക്കിൽ നിന്ന് ചെന്നൈയിലേക്കാണ് കിഴക്കൻ സമുദ്ര ഇടനാഴി തുറക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് റഷ്യയ്ക്കും. റഷ്യ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയായിട്ട് പുതിയൊരു സമുദ്ര ഇടനാഴി തുറക്കാൻ പറ്റുന്നു എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്.